Hello my dears, welcome to ACS online class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പഠിച്ചു? എന്താണ് എല്ലാവരും ട്രയാങ്കിൾസിന്റെ എണ്ണമൊക്കെ എടുത്ത് നോക്കിയായിരുന്നോ? എണ്ണ ട്രയാങ്കിൾസ് എത്ര എണ്ണം ഉണ്ട്? പേജ് നമ്പർ 62 ട്രയാങ്കിൾസ് എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ എല്ലാവരും കൗണ്ട് ചെയ്തോ? എല്ലാവരും ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പേജ് നമ്പർ 64 ഓക്കെ അവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ക്ലാസ് ആക്ടിവിറ്റി 10. Take a regular sheet of paper. എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആട്ടോ. ഒരു പേപ്പർ എടുക്കുക. പേപ്പറിന്റെ സൈസ് റെക്ടാംഗിൾ സൈസ് ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് സൈസ് ഈക്വലും ഈ രണ്ട് ഓപ്പോസിറ്റ് സൈസ് ഈക്വൽ ആയിരിക്കും അല്ലേ. നമ്മൾ സാധാരണ ഒരു പേപ്പർ എടുക്കുമ്പോൾ അത് റെക്ടാംഗുലർ ഷേപ്പ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ റെക്ടാംഗുലർ ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് എന്താണ് അതിന്റെ കോർണേഴ്സ് കൗണ്ട് ചെയ്യുക. കൗണ്ട് ഇറ്റ് കോർണേഴ്സ്. കോർണേഴ്സ് വെച്ചാൽ എന്താ ഈ ഓരോ അറ്റങ്ങൾ അല്ലെ, ഒരു മൂലകൾ അല്ലെ. കോർണേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്ത് എത്ര കാണും? 1 2 3 4. ഒരു പേപ്പറിന്റെ ഫോട്ടോ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. എത്ര കോർണേഴ്സ് ഉണ്ട്? 1 2 3 4. അപ്പൊ നമ്മൾ പേപ്പർ എടുത്തു, അതിന്റെ കോർണേഴ്സും കൗണ്ട് ചെയ്തല്ലേ. ഇനി now fold one of its corners. എന്നിട്ട് എന്താണ് അതിന്റെ ഒരു കോർണർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് മടക്കി വെച്ച് കൊടുക്കാൻ. ഓക്കെ, അതിന്റെ ഫോൾഡർ ഒന്ന് അതിന്റെ ആ കോർണർ മടക്കി വെക്കുമ്പോ എന്ത് പറ്റും? ഇവിടെ മടക്കി വെക്കുന്ന പോലെ ഒന്ന് ചരിച്ച് വരച്ചോട്ടെ. അതിന്റെ ഒരു കോർണർ ഒന്ന് മടക്കി വെച്ചു കൊടുത്തു. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഒരു റെക്ടാംഗുലർ ഷീറ്റ് പേപ്പർ എടുത്തു, എന്നിട്ട് അതിന്റെ എല്ലാ കോർണേഴ്സും ഒന്ന് കൗണ്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഇഷ്ടമുള്ള ഒരു കോർണർ ഒന്ന് മടക്കി വെച്ചു, ഒന്ന് ഫോൾഡ് ചെയ്തു. ഇനി ഈ ക്വസ്റ്റ്യൻ, ഹൗ മെനി കോർണേഴ്സ് ഡസ് ഇറ്റ് ഹാവ് നൗ? മടക്കി വെച്ചതിന് ശേഷം അതിന് എത്ര കോർണേഴ്സ് ഉണ്ടാവും? ഒന്ന് കൗണ്ട് ചെയ്തേ. കൗണ്ട് ചെയ്യാം. 1 2 3. പിന്നെയോ ഇവിടെ എന്ത് ചേഞ്ച് സംഭവിച്ചത്? ഇവിടെ രണ്ട് കോർണേഴ്സ് കിട്ടി അല്ലേ. ഇവിടെ രണ്ട് അറ്റങ്ങൾ കിട്ടി, രണ്ട് മൂലകൾ കിട്ടി, കണ്ടില്ലേ? അപ്പൊ ഇവിടെ രണ്ടെണ്ണം കൗണ്ട് ചെയ്യണം. നേരത്തെ ഉണ്ടായിരുന്ന 1 2 3 4 5. ടോട്ടൽ മടക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ അതിന് 5 കോർണേഴ്സ് ഉണ്ടല്ലേ. ഇനി ഹൗ മെനി കോർണേഴ്സ് വിൽ യു ഗെറ്റ് ബൈ ഫോൾഡിങ്? അങ്ങനെയെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ അതിന്റെ കോർണേഴ്സ് ഒക്കെ ഒന്ന് മടക്കി വെച്ചു കൊടുത്താൽ ശേഷം കിട്ടുന്ന കോർണേഴ്സിന്റെ കൗണ്ട് എടുക്കാനാ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 കോർണേഴ്സ്. നമുക്ക് ഈ റെക്ടാംഗുലർ ഷീറ്റിന്റെ 2 കോൺ മടക്കി വെച്ചു കൊടുത്ത് നോക്കിയാലോ. ഇപ്പം ആദ്യം 4 കോർണേഴ്സ് ആയിരുന്നു, ഒരു അറ്റം മാത്രം മടക്കി വെച്ചപ്പോൾ എത്ര? 5 കോർണേഴ്സ് ആക്കി കിട്ടി അല്ലെ. 5 കോർണേഴ്സ് ആയി. 1 2 3 4 5 കോർണേഴ്സ് ആയി. ഇനി അതിനെ മറ്റേ വശം കൊടുത്ത് മടക്കി വെച്ചു കൊടുത്തു. എന്നിട്ട് കോർണേഴ്സിന്റെ കൗണ്ട് എടുക്കാനാ പറയുന്നത്. എത്രയായിരിക്കും? 1 2. ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. ഈ സൈഡില് 2 കോർണേഴ്സ് ആയി, ഈ സൈഡിലും 2 കോർണേഴ്സ് ആയി. അപ്പൊ 1 2 3 4 5 6. എത്രയാണ്? 6 കോർണേഴ്സ് ആയി അല്ലേ. അവിടെ എഴുതിക്ക് 6 കോർണേഴ്സ്. ഇനി മൂന്നാമത്തെ അറ്റം 3 കോർണേഴ്സ്. ഈ മൂന്നാമത്തെ ഈ അറ്റം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു കൊടുത്താലോ. അവിടെയും 2 കോർണേഴ്സ് ഫോം ചെയ്യല്ലേ. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാം. 1. ആദ്യം ഉണ്ടായിരുന്ന ഒരു ചേഞ്ചും ഇല്ലാത്ത ആദ്യത്തേത് 1 2 3. ഇവിടെ രണ്ടെണ്ണം ഫോം ചെയ്ത് 2 കോർണേഴ്സ് ആയി. 1 2 3 4 5 6 7. ടോട്ടൽ ഇപ്പോൾ 3 വശങ്ങൾ മടക്കി വെച്ചപ്പോൾ എത്ര കോർണേഴ്സ് ആയി? 7 കോർണേഴ്സ് ആയി അല്ലേ. 1 2 3 4 5 6 7. അവിടെ എഴുതിക്കേ 7 കോർണേഴ്സ്. ഇനി 4ാമത്തെ കോർണർ കൂടെ മടക്കി വെക്കാൻ പറയുക നമ്മളോട്. 4ാമത്തെ വശം കൂടെ ഞാൻ ആ പേപ്പറിന്റെ 4ാമത്തെ വശവും മടക്കി വെച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എത്ര കോർണേഴ്സ് ആയി? 1 2 3 4 5 6 7 8. ടോട്ടൽ 8 കോർണേഴ്സ് ആയി അല്ലേ. അപ്പൊ അവിടെ എഴുതിക്ക് 8 കോർണേഴ്സ്. ആദ്യം ഒരു ചേഞ്ചും ഇല്ലായിരുന്നു ആ പേപ്പറിന്, അപ്പോൾ അതിന് 4 കോർണേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ മിസ് അതിന്റെ ഒരു അറ്റം മടക്കി വെച്ചു കൊടുത്തു. അപ്പോൾ എന്താണ്, മറ്റു സൈഡുകൾക്ക് ഒന്നും ഒരു വ്യത്യാസമില്ല. മടക്കി വെച്ച ഭാഗത്ത് 2 കോർണേഴ്സ് ഫോം ചെയ്തു. അപ്പൊ ടോട്ടൽ കോർണേഴ്സ് 1 2 3 4 5 കോർണേഴ്സ് ആയി. പിന്നെ അത് 2ാമത്തെ വശം മടക്കി വെച്ചു കൊടുത്തു. അപ്പൊ താഴത്തെ ഈ ഭാഗത്തൊന്നും ഒരു ചേഞ്ച് ഇല്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന 2 കോർണേഴ്സും പിന്നെ മടക്കി വെച്ച ഭാഗത്ത് എന്തായാലും 2 കോർണേഴ്സ് ഫോം ചെയ്യും.
ഇവിടെ ഉണ്ടായിരുന്ന രണ്ടും ഇവിടെയും രണ്ടായി അല്ലേ. 1 2 3 4 5 6 കോർണേഴ്സ് ആയി. ഇനി മൂന്നാമത്തെ വശം മടക്കി വെച്ച് കൊടുത്തപ്പോൾ അവിടെ 2 കോർണേഴ്സ് ഫോം ചെയ്തു അല്ലെ. അപ്പം ഒരു ചേഞ്ച് ഇല്ലാതിരുന്ന ആദ്യത്തെ കോർണർ 1 2 3 4 5 6 7 ടോട്ടൽ 7 കോർണേഴ്സ് ആയി. ഇനി ലാസ്റ്റത്തെ ആ കോർണർ കൂടെ മടക്കി വെച്ച് കൊടുത്തപ്പോൾ അവിടെയും 2 കോർണേഴ്സ് ആയി. അപ്പൊ ടോട്ടൽ കോർണേഴ്സിന്റെ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 കോർണേഴ്സ് ആയി അല്ലെ. മടക്കി വെക്കുന്ന ഭാഗത്ത് 2 കോർണേഴ്സ്, 2 അറ്റങ്ങൾ കിട്ടും അല്ലെ. 2 മൂല വശങ്ങൾ കിട്ടും അല്ലെ. 2 അറ്റങ്ങൾ കിട്ടും. അതുകൊണ്ട് എന്താണ്, മടക്കി വെക്കുന്ന ഭാഗത്ത് 2 കോർണേഴ്സ് ഉണ്ടാവും. മറ്റു സ്ഥലത്ത് ഒന്നും ചേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ ഓരോ ഭാഗത്തും ഒന്ന് മടക്കി വെച്ചു കൊടുത്തപ്പോ കോർണേഴ്സിന്റെ എണ്ണം കൂടി അല്ലെ. അപ്പോൾ അതാത് സ്ഥലത്ത് എഴുതി വെക്കണം കേട്ടോ. ഹൗ മെനി കോർണേഴ്സ് ഡസ് ഇറ്റ് ഹാവ്? ഈ ക്വസ്റ്റ്യന്റെ അവിടെ 5 കോർണേഴ്സ് എന്ന് എഴുതണം. ഇനി ബി ക്വസ്റ്റ്യൻ, ഫസ്റ്റ് 2 കോർണേഴ്സ് അവിടെ 6 കോർണേഴ്സ് എന്ന് എഴുതണം. 2 ഭാഗങ്ങൾ, 2 വശങ്ങൾ, 2 അറ്റങ്ങൾ മടക്കി വെച്ചപ്പോൾ മൊത്തത്തിൽ 6 കോർണേഴ്സ് ക്രിയേറ്റ് ചെയ്തു അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 കോർണേഴ്സ്. റെക്ടാംഗിൾ ഷീറ്റിന്റെ മൂന്നാമത്തെ വശം കൂടി ചേർത്ത് മടക്കി വെച്ചപ്പോൾ എന്താണ്, ടോട്ടൽ 7 കോർണേഴ്സ് രൂപപ്പെട്ടു അല്ലെ. ഇനി 4 കോർണേഴ്സ്, നാലാമത്തെ കോർണറും മടക്കി വെച്ചപ്പോൾ ടോട്ടൽ 8 കോർണേഴ്സ് ആയി കിട്ടി അല്ലെ. അപ്പൊ അവിടെ ഓരോന്നിന്റെ നേരെ എഴുതി വെക്കണം കേട്ടോ. 2 കോർണേഴ്സിന്റെ അവിടെ 6 കോർണേഴ്സ് എന്ന് എഴുതണം. 3 കോർണേഴ്സിന്റെ അവിടെ 7 കോർണേഴ്സ് എന്ന് എഴുതണം. 4 കോർണേഴ്സിന്റെ അവിടെ 8 കോർണേഴ്സ് എന്ന് എഴുതണം. എല്ലാവരും ഒരു പേപ്പർ എടുത്ത് ചെയ്ത് നോക്കണം. എന്നാലും മിസ് പറയുന്ന ഈ ക്ലാസ് വെച്ചിട്ട് എല്ലാവരും ഒരു പേപ്പർ എടുത്ത് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കോർണേഴ്സിന്റെ കൗണ്ട് എടുക്കണം. ഓക്കെ. ഇനി സി, can you fold this paper in such a way that it has only 3 corners? You are allowed only 2 folds. നിങ്ങൾക്ക് ഒരു പേപ്പർ, അതായത് ഒരു പേപ്പർ എടുത്തിട്ട് 2 പ്രാവശ്യം മടക്കാനുള്ള അനുവാദമുണ്ട്. അത് വെച്ചിട്ട് 3 കോർണേഴ്സ്, ഇപ്പൊ ഇതിന് 4 കോർണേഴ്സ് ഉണ്ട്. 3 കോർണേഴ്സ് വരുന്ന പോലെ ഈ പേപ്പറിനെ ഫോൾഡ് ചെയ്യാമോ? 2 വട്ടം നിങ്ങൾക്ക് വേണേൽ ഫോൾഡ് ചെയ്യാം, മടക്കാം. പക്ഷെ അതിന് 3 കോർണേഴ്സേ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ. ഈ ഒരു കോൺ ഈ ഓപ്പോസിറ്റ് കോണിനോട് ചേർത്ത് മടക്കി വെച്ചാൽ അതിൽ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും അല്ലേ. ഈ ഫിഗറിന് എത്ര കോർണേഴ്സ് ഉണ്ട്? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ 1 2 3 കോർണേഴ്സ് അല്ലേ. അപ്പൊ ഒരു റെക്ടാംഗിൾ ഷീറ്റ് പേപ്പറിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. അപ്പൊ എന്നാ ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി. അതിന് 3 കോർണേഴ്സേ ഉള്ളു അല്ലേ. വാട്ട് ഷേപ്പ് വിൽ യു ഗെറ്റ്? ഏത് ഷേപ്പാണ് മടക്കി വെച്ചപ്പോ കിട്ടിയത്? ഏത് ഷേപ്പാണ്? 3 corners ഉള്ള ഷേപ്പ് ഏതാണ്? ട്രയാങ്കിൾ. അവിടെ എഴുതിക്കേ. Can you fold this paper in such a way that it has only 3 corners? You are allowed only 2 folds. അവിടെ yes എന്ന് എഴുതുക. What shape will you get? അവിടെ ട്രയാങ്കിൾ. ട്രയാങ്കിളിലെ കിട്ടിയത് ട്രയാങ്കിൾ എന്ന് എഴുതണം. Okay. Repeat the activity with a square sheet of paper. നമ്മൾ ഇതുവരെ റെക്ടാംഗിൾ ഷീറ്റ് പേപ്പർ വെച്ചിട്ടാ ചെയ്ത് നോക്കി അല്ലേ. എന്താ, റെക്ടാംഗിൾ ഷീറ്റിന് എല്ലാ അളവും ഈക്വൽ, എല്ലാ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ അളവുകളാണ് ഈക്വൽ. ഈ ലെങ്ത് തന്നെ ആയിരിക്കും ഈ ലെങ്ത്, ഇതേ നീളം തന്നെ ആയിരിക്കും ഇതും അല്ലെ. അതാണ് റെക്ടാംഗിളിലെ പ്രത്യേകത. ഇനി സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ വെച്ചത് ചെയ്ത് നോക്കാനാ പറയുന്നത്. സ്ക്വയർ ഷീറ്റിന്റെ പ്രത്യേകത എന്താ? 4 വശവും തുല്യമായ അളവാണ് അല്ലെ. ഈ ഒരു സൈഡ് തന്നെ ആയിരിക്കും ഇവിടത്തെയും, അത് തന്നെയായിരിക്കും താഴത്തും, പിന്നെയും ഇവിടെ അല്ലെ. എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. അത് വെച്ച് നിങ്ങൾ ഇതുപോലെ ആദ്യം ഫസ്റ്റ് എത്ര കോർണേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. പിന്നെ ഒരു സൈഡ് മടക്കി നോക്കുക. അപ്പോൾ കിട്ടുന്ന കോർണേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോർണർ മടക്കി വെച്ച് നോക്കുക. അപ്പൊ ടോട്ടൽ എത്ര കോർണേഴ്സ് കിട്ടിയെന്ന് നോക്കുക. പിന്നെ മൂന്നാമത്തത് മടക്കുക, ടോട്ടൽ കോർണേഴ്സിന്റെ എണ്ണം എടുക്കുക. നാലാമത്തത് മടക്കുക, ടോട്ടൽ കോർണേഴ്സിന്റെ എണ്ണം എടുക്കുക. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. കാരണം എന്താ, റെക്ടാംഗിൾ ഷീറ്റിൽ നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെ നമ്മൾ സ്ക്വയർ ഷീറ്റിലും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ റെക്ടാംഗിൾ ഷീറ്റിലും നമ്മൾ ചെയ്ത അതേ സെയിം അതേ അളവുകളും അത്രയും കോർണേഴ്സും തന്നെ നമുക്ക് സ്ക്വയർ ഷീറ്റ് ചെയ്യുമ്പോഴും കിട്ടും അല്ലെ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ റെക്ടാംഗിൾ ചെയ്ത് അതേപോലെ തന്നെ സ്ക്വയർ ചെയ്യുമ്പോഴും സംഭവിക്കും. Okay, can you fold all the corners of the square sheet in such a way that the number of corners remain unchanged? എന്താണ്, സ്ക്വയർ ഷീറ്റ് പേപ്പറിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാലേ ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് യെസ് ആണോ നോ ആണോ എന്ന് എഴുതണം. Can you fold all the corners of a square sheet in a way that the number of corners remain unchanged? സ്ക്വയർ ഷീറ്റിന്റെ
ഓരോ കോർണേഴ്സും മടക്കി വെക്കുമ്പോൾ അതിന്റെ കോർണറുകൾക്ക് വ്യത്യാസം സംഭവിക്കാതെ നിങ്ങൾക്ക് മടക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ അതെന്താണ് നിങ്ങൾ സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുക്കുക, ചെയ്ത് നോക്കുക, എന്നാലും നിങ്ങൾക്ക് അതിന് ഉത്തരം ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ് ആണെങ്കിൽ യെസ് എന്ന് എഴുതുക, നോ ആണെങ്കിൽ നോ എന്ന് എഴുതുക. ഓക്കെ, ഇനി look at the following table and tick the names of things that have corners. Also count the number of edges and corners in each of them. താഴത്ത് കുറച്ച് വസ്തുക്കളുടെ പേരുണ്ട്, അതിന് കോർണേഴ്സ് ഉണ്ടോ, എഡ്ജസ് എത്ര എണ്ണം ഉണ്ട്, എത്ര കോർണേഴ്സ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ ടേബിൾ. ഫസ്റ്റ് വന്നിട്ടുണ്ടല്ലേ ഒരു ഡൈ അല്ലെ, ഒരു എന്താണ് ഒരു നമ്മൾ വീട്ടിൽ കളിക്കാനൊക്കെ ലൂഡോ ഗെയിംസ് ഒക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ഡൈ എല്ലാവർക്കും അറിയാമല്ലോ. ആ ഡൈക്ക് കോർണേഴ്സ് ഉണ്ടോ എന്നാണ് ചോദ്യം. എത്ര അറ്റങ്ങളുണ്ടോ? അതെ മിസ്, ഡൈ അല്ല, നിങ്ങൾ ഡൈ പോലത്തെ ഷേപ്പ് വരുന്ന ഒന്നാണ്, ഡൈ അല്ല കേട്ടോ, എന്നാലും മിസ്സിന്റെ കയ്യിൽ ഇതേ കിട്ടിയുള്ളൂ. അപ്പോ ഇതിന് കോർണേഴ്സ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടല്ലേ, നോക്കി കണ്ടില്ലേ, ഓരോ മൂലകൾ കണ്ടില്ലേ, അറ്റങ്ങൾ കണ്ടില്ലേ, ഇത് കോർണേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത്? യെസ്. ഇനി അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ്, അതിന് എത്ര എഡ്ജസ് ഉണ്ട്, എത്ര സൈഡുകളുണ്ട്, നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ. ഫസ്റ്റ് 1 2 3 4 അല്ലേ, ഇനി പുറകിലും 1 2 3 4 ടോട്ടൽ 8 ആയി. ഇനിയോ ഇനി ഈ രണ്ട് സൈഡിലുണ്ട് അല്ലെ, 9 10. ഇനി ഈ സൈഡില് 11 12. ഫ്രണ്ടില് 1 2 3 4 5 6 7 8 9 10 11 12. ടോട്ടൽ എത്ര എഡ്ജസ് ഉണ്ട്, എത്ര സൈഡ്സ് ഉണ്ടായിരുന്നു? 12. അവിടെ എഴുതിക്കുക എല്ലാവരും 12. ഇനിയോ നമ്പർ ഓഫ് കോർണേഴ്സ്, എത്ര കോർണേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. മുകളിലും താഴത്തുമായിട്ട് 8 കോർണേഴ്സ് ഉണ്ട് അല്ലെ. ടോട്ടൽ 8 കോർണേഴ്സ്. ഇവിടെ ഒന്ന്, 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 ടോട്ടൽ 8 കോർണേഴ്സേ ഉള്ളൂ. ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, ഒന്ന് എണ്ണി നോക്കണം. ഇതുപോലൊരു ബോക്സ്, ഡൈ ഇല്ലെങ്കിൽ ഒരു ബോക്സ് എടുക്കുക, എന്നിട്ട് അതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കൗണ്ട് ചെയ്യുക, കോർണേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്യുക. അപ്പൊ അവിടെ എന്തൊക്കെ എഴുതുന്നത്? നമ്പർ ഓഫ് എഡ്ജസിന് അവിടെ 12 എന്ന് എഴുതുക, നമ്പർ ഓഫ് കോർണേഴ്സിന് അവിടെ 8. അത് ഓൾറെഡി ഉണ്ട്. ഇനി ബോൾ, ഒരു ബോൾ എടുക്കുകയാണ്, അതിന് കോർണേഴ്സ് ഉണ്ടോ? നമുക്കറിയാം ഉരുണ്ടിരിക്കുക അല്ലെ, അപ്പൊ അതിന് കോർണേഴ്സ് കാണുമോ? ഇല്ല. സോ അവിടെ നോ എന്ന് എഴുതണം. ഇനി നമ്പർ ഓഫ് എഡ്ജസ്, സൈഡുകൾ എല്ലാം പറയാൻ പറ്റുമോ? ഇല്ല. സോ അവിടെ 0 എന്ന് എഴുതുക. നമ്പർ ഓഫ് കോർണേഴ്സ് ഇല്ല. സോ അവിടെ എന്ത് എഴുതും? 0. ഇനി ഇറേസർ, നമ്മൾ തുടക്കുന്ന റബ്ബർ, അതൊരു റെക്ടാങ്കുലർ ബോക്സ് പോലെ, നമ്മുടെ തീപ്പെട്ടിക്കൂട് പോലെ റെക്ടാങ്കുലർ ബോക്സ് പോലെ ഇരിക്കുക അല്ലെ. അതിന് ഇതേ ഷേപ്പ് പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും അതിനുണ്ട് അല്ലെ. കോർണേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്പർ ഓഫ് എഡ്ജസ് ചോദിച്ചാലോ, പ്രിൻസിപ്പൽ ഇതിന്റെ എഡ്ജസ് കൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെ അതിനും എഡ്ജസ് ഉണ്ട്. അപ്പൊ എന്താണ്? 12 എന്ന് എഴുതുക. നമ്പർ ഓഫ് എഡ്ജസ് 12. ഇനി നമ്പർ ഓഫ് കോർണേഴ്സ് എത്ര വരും? 8. മറ്റേ ഡൈസിന്റെ പോലെ തന്നെ 8. ഇനി എല്ലാവരുടെ കയ്യില് വട്ടത്തിലേക്ക് റബ്ബർ കാണും കേട്ടോ, ഇറേസർ കാണും കേട്ടോ. അതൊന്നും അല്ല, ഇവിടെ മിസ് ബോക്സ് ടൈപ്പ് ഇറേസറിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് കോർണേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, യെസ്. നമ്പർ ഓഫ് എഡ്ജസ് 12 ആണ്, നമ്പർ ഓഫ് കോർണേഴ്സ് 8 ആണ്. ഇനി എഗ്, മുട്ട, എഗ്ഗിന് എന്താണ് കോർണേഴ്സ് ഉണ്ടോ? ഇല്ല. ഒരു ഓവൽ ഷേപ്പ് ആണ് അല്ലെ, കർവ് ഷേപ്പ് ആണ്, അപ്പൊ അതിന് കോർണേഴ്സ് ഇല്ല. സോ അവിടെ നോ എന്ന് എഴുതണം. ഇനി നമ്പർ ഓഫ് എഡ്ജസ് എത്ര എണ്ണം ഉണ്ട്? ഇല്ല, 0. നമ്പർ ഓഫ് കോർണേഴ്സ് അതും 0. ഇനി ഷീറ്റ് ഓഫ് പേപ്പർ, ഒരു പേപ്പറിന്റെ ഷീറ്റ്, അതിന് കോർണേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ. 1 2 3 4 കോർണേഴ്സ് ഉണ്ട് അല്ലെ. സോ അവിടെ യെസ് എന്ന് എഴുതുക. നമ്പർ ഓഫ് കോർണേഴ്സിന് അവിടെ 4 എന്ന് എഴുതുക. ഇനി നമ്പർ ഓഫ് എഡ്ജസ്, നമ്പർ ഓഫ് സൈഡ്സ് നോക്കാം. 1 2 3 4 4 വശങ്ങൾ അല്ലെ. അപ്പൊ നമ്പർ ഓഫ് എഡ്ജസും നമ്പർ ഓഫ് കോർണേഴ്സും 4 തന്നെയാണ് അല്ലെ. അപ്പൊ എല്ലാരും ടേബിൾ ഫിൽ ചെയ്യണം കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യണം. ഇനി ഇൻ ദ ഫോളോയിങ് ഫിഗർ tick those which have corners. Do these figures have curved lines? നോക്കിക്കേ, ഈ കൊടുത്തേക്കുന്ന ഫിഗേഴ്സിനെല്ലാം എന്താ കോർണേഴ്സ് ഉണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ആ ഫിഗേഴ്സിനൊക്കെ കർവ് ലൈൻസും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് ഇതൊരു സി ഷേപ്പ്, അതിന് കോർണേഴ്സ് ഇല്ല അല്ലെ, അത് കർവ് ഷേപ്പ് ആണ്. ഇനി ഇതിനോ ഒരു സെമി സർക്കിൾ അല്ലെ, ഒരു വട്ടത്തിന്റെ പകുതി ഭാഗം, അതിന് കോൺ ഉണ്ടോ?
ഉണ്ടല്ലേ, രണ്ട് കോൺ ഉണ്ട് അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ താഴത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ രണ്ട് മൂലകളുണ്ട് അല്ലെ, രണ്ട് അറ്റങ്ങളുണ്ട് അല്ലെ, അതിന് കർവ് ലൈൻസും ഉണ്ട് മുകളിലായിട്ട്. ഇതിന്റെ ഡയമണ്ട് ഷേപ്പ്, ഒരു സ്ക്വയർ ബോക്സ് അല്ലെങ്കിൽ തിരിച്ച് ചരിച്ച് വെച്ചിരിക്കുകയാണ് അല്ലെ, അതിന് കോണേഴ്സും ഉണ്ട് അല്ലെ. ഇതിന്റെ ഒരു ഷേപ്പ്, ഒരു വി പോലെ മുകളിൽ ഒരു കർവ് ലൈനും താഴത്തെ ഒരു വി പോലെ ഷേപ്പ്. ആ വി ലൈനും സ്ട്രെയിറ്റ് ലൈൻ അല്ല, പക്ഷെ ഇത് കോണേഴ്സ് ഇല്ലേ, ഉണ്ടല്ലേ, ഇത് കോണേഴ്സ് ഉണ്ട് അല്ലെ, 3 കോണേഴ്സ് ഉണ്ട്, 3 അറ്റങ്ങളില്ലേ ഉണ്ട്. പിന്നെ സ്റ്റെയർ കേസ്, അതിന് കോണേഴ്സ് ഉണ്ട് അല്ലെ. ഇനി ഒരു സർക്കിള്, ഒരു ഓവല്, കോണേഴ്സ് ഉണ്ടോ? ഇല്ല. പക്ഷെ കർവ് ലൈൻസ് ഒക്കെ ഉണ്ട് അല്ലെ, ഓവലിനും ആ റൗണ്ടിലും കർവ് ലൈൻസ് ഉണ്ട്. Using only straight lines, can you draw a figure which has no corners? Straight lines ഉപയോഗിച്ച് കോർണേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ഒരു ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുമോ? പറ്റുമോ? ഇല്ല. കാരണം എന്താ, സ്ട്രെയിറ്റ് ലൈൻസ് എവിടെ ഉപയോഗിച്ചാലും, ഒരു സെമി സർക്കിളിന്റെ കാര്യം മിസ് പറഞ്ഞു കണ്ടില്ലേ, താഴത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, പിന്നെ ഒരു കർവ്, മുകളിൽ ഒരു കർവും. പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ വന്നതുകൊണ്ട് അതിന് കോർണേഴ്സ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയൊക്കെ വരച്ചാലും, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ മുട്ടിച്ച് വരച്ചാലും, എങ്ങനെയൊക്കെ വരച്ചാലും, എങ്ങനെ വരച്ചാലും അതിന് കോർണേഴ്സ് ഉണ്ടാവും. അപ്പൊ കോർണേഴ്സ് ഇല്ലാതെ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ചോദ്യം. പറ്റുമോ? ഇല്ല. സോ അവിടെ എഴുതുക നോ. നോ. Using straight lines we cannot draw a figure which has no corners. എഴുതുക no, using straight lines we cannot draw a figure which has no corners. Corners ഇല്ലാതെ straight lines വെച്ച് നമുക്ക് ഒരു ഫിഗർ വരയ്ക്കാനേ സാധിക്കില്ല. ഇനി അടുത്തത് പേജ് നമ്പർ 66. എല്ലാവർക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, പസിൽസ് ആണ്. Tangram. The tangram is an old Chinese puzzle. ഒരു ചൈനീസ് പസിലാ, കണ്ടില്ലേ, ചൈനക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പസിലാണ്, ഒരു ഗെയിമാണ്. ഇത് ഷേപ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പസിലാണ്. From the pieces of the tangram we can make many shapes of animals, peoples and things. ഈ ടാൻഗ്രാമിന്റെ ഒരു ബോക്സ് കൊടുത്തേക്കുന്നുണ്ടല്ലേ, അത് കട്ട് ചെയ്ത് എടുക്കാവുന്ന ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, 1 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഷേപ്പിൽ പീസ് കട്ട് ചെയ്തെടുക്കാം, 2 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഷേപ്പ്, 3 എന്ന് പറയുന്ന സ്ക്വയർ, 4 എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം, 5 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പ്. അങ്ങനെ ഇത് ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ആനിമൽസിന്റെയും പീപ്പിൾസിന്റെയും ആൾക്കാരുടെയും മറ്റു വസ്തുക്കളുടെയും എല്ലാം അതിങ്ങനെ പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് നമുക്ക് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ടാൻഗ്രാം. At the back of the book you will find a square like the one in this figure. Cut it out carefully and cut the pieces. The set of 5 pieces is called 5-piece tangram. ഇത് 5 പീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 5-piece tangram എന്നാണ് പറയുന്നത്. Using these 5 pieces to make the following figures. അത് വെച്ച് നിങ്ങൾ താഴത്തെ ഈ ഫിഗേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അത് വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കണേ. ടെക്സ്റ്റ് ബുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം പേജ് നമ്പർ 201 ഒന്ന് എടുത്തേ. 201 എങ്ങനെയായിരുന്നു? 201 അല്ലെ. ഈ 201 ഈ സെയിം ടാഗ്രാം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എന്താണ്, ഈ ഒരൊറ്റ സ്ക്വയർ ബോക്സ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതിന്റെ ഓരോ പീസസും വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. 1 എന്ന് പറയുന്ന ആ പീസും ഒറ്റയ്ക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കുക. 4 എന്ന് പറയുന്ന പീസ്, 5 എന്ന് പറയുന്ന പീസ്, അങ്ങനെ സെപ്പറേറ്റ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. ആദ്യം ആ ഒരൊറ്റ സ്ക്വയർ പീസ് ഫുൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലുള്ള 1നെ കട്ട് ചെയ്ത് മാറ്റുക, 2നെ കട്ട് ചെയ്ത് മാറ്റുക, 3, 4, 5 അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പേജ് നമ്പർ 66 അത് അറേഞ്ച് ചെയ്ത് ഇതുപോലുള്ള ഫിഗേഴ്സ് നിങ്ങൾ വീട്ടിൽ വെച്ചും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവത്തല്ലേ. ഇനി how many triangles do you have in your set? Are all of them equal in size? Find out. അപ്പൊ നമുക്ക് ഈ ടാൻഗ്രാം തന്നെയാണ് പേജ് നമ്പർ ലാസ്റ്റ് 201 കിടക്കുന്നത്, 201 കിടക്കുന്നത്. ഇതില് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? അതെല്ലാം ഈക്വൽ സൈസ് ആണോ? നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 നമ്പർ 1 കിടക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ്. നമ്പർ 2, നമ്പർ 5, നമ്പർ 1, നമ്പർ 2, നമ്പർ 5 ഈ 3 പീസും ട്രയാങ്കിൾസ് ആണ്. പക്ഷെ ഇതിന്റെ സൈഡുകളെല്ലാം ഈക്വൽ ആണോ? അല്ല. നമ്പർ 1
ട്രയാങ്കിൾ വച്ച് വലിയ ട്രയാങ്കിൾ ആണ് അല്ലെ. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ മിസ് പഠിപ്പിച്ചിട്ടുണ്ട് 3 വശങ്ങൾ വരുന്ന ഒരു ഫിഗറിനെയാണ്, ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതെന്താ 1 കുറച്ച് വലുതാണ്, 2ഉം 5ഉം ഏകദേശം ഒരേ സൈസാണ്, ഏകദേശം അല്ല ഒരേ സൈസ് തന്നെയാണ് കേട്ടോ. അപ്പോ ഈ 3ഉം ഒരേ സൈസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അവിടെ എന്ത് എഴുതേണ്ടത്? How many triangles do you have in your set? Are all of them equal in size? Find out. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക 3. How many? There are 3 triangles in the set. There are 3 triangles in the set. All of them are not equal in size. Okay, all of them are not equal in size. Ini second question. Use the 2 small triangles in the diagram set to get the following shape. അപ്പോൾ നിങ്ങൾ ഈ 1 തൊട്ട് 5 വരെയുള്ള ഈ പേസസ് എല്ലാം കട്ട് ചെയ്തെടുത്ത് ഈ ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ എന്താണ് 1 2 3 ഈ 3 ആദ്യം ഒരു സ്ക്വയർ ആണ്, പിന്നെ സെക്കൻഡ് ട്രയാങ്കിൾ ആണ്, പിന്നെ 3 ഒരു പാരലലോഗ്രാം ആണ്. അപ്പൊ നിങ്ങൾ ഇതിലെ ചെറിയ 2 ട്രയാങ്കിൾസ് എടുക്കുക. അതായത് ട്രയാങ്കിൾ നമ്പർ 2 നമ്പർ 5 ഈ 2 പീസസ് എടുത്തിട്ട് നിങ്ങൾ ഈ 1 എന്ന ഫിഗർ ഉണ്ടാക്കാൻ ശ്രമിക്കണം, 2 എന്ന ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം, 3 എന്ന ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ ഏതൊക്കെ വശങ്ങൾ ഒരുമിച്ച് വെച്ചാലാണ് 1 കിട്ടുക എന്ന് നോക്കിയിട്ട് അതുപോലെ നോക്കണം കേട്ടോ. 2 അതുപോലെ വെച്ച് നോക്കുക, 3യും വെച്ച് നോക്കുക. എന്നിട്ട് ഈ ഫിഗേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഏതൊക്കെ പീസ് യൂസ് ചെയ്താണ്? പീസ് 2 ആൻഡ് പീസ് 5. ഓക്കെ, അതാണ് കുഞ്ഞു ട്രയാങ്കിൾസ്. ആ കുഞ്ഞു ട്രയാങ്കിൾസ് വെച്ച് ഈ 1 2 3 ഫിഗേഴ്സ് ഒന്ന് വെച്ച് നോക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ അത് വെച്ച് നോക്കണം കേട്ടോ. പല രീതിയിൽ അറേഞ്ച് ചെയ്ത് നോക്കി ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് ചെക്ക് ചെയ്യണം. ഇനി 3. Which 2 pieces of the diagram set are exactly same? Find out. ഇതിലെ ഏത് 2 പീസസ് ആണ്, ഈ ടാൻഗ്രാമത്തിലെ ഏത് 2 പീസസ് ആണ് ഒരേപോലുള്ളത്? അതിന്റെ അളവുകളിലും ഷേപ്പിലും എല്ലാം ഒരേപോലെ ഇരിക്കുന്നത് ഏത് 2 ആണ്? പീസ് 2 ആൻഡ് പീസ് 5. പീസ് 2 നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക, പീസ് 5ഉം കട്ട് ചെയ്ത് വെക്കുക. ഒന്നൊന്നിന്റെ പുറത്തൊന്ന് വെച്ച് നോക്കുക. ഒന്നൊന്നിന്റെ പുറത്ത് വെച്ച് നോക്കുമ്പോ എന്താ, രണ്ടും ഈക്വൽ സൈസ് ആണ്, ഈക്വൽ ഷേപ്പ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അവിടെ എല്ലാം എഴുതുക നമ്പർ പീസ് 2 ആൻഡ് പീസ് 5. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ പീസ് 2 ആൻഡ് പീസ് 5. ഇനി 4. Take pieces 4 and 5 from the set and find out which side of the triangle you can join the other piece. ഇനി എന്താണ് 4ഉം 5ഉം ഈ പീസ് 4 പീസ് 5 എടുത്ത് നോക്കുക. എന്നിട്ട് എന്താണ് ഇതിന്റെ ഏത് വശങ്ങൾ, ഈ 4ന്റെ ആണെങ്കിലും 5ന്റെ ആണെങ്കിലും ഏത് വശങ്ങൾ ഒരുമിച്ച് വെച്ചാലാണ് എന്താണ് ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, 4ന്റെ ഒരു സൈഡും 5ന്റെ വലിയ സൈഡൂടെ ഈ ഫിഗറിൽ ഇരിക്കുന്ന പോലെയാണ്. 4ന്റെ ചരിഞ്ഞിരിക്കുന്ന ഒരു സൈഡും 5ന്റെ ആ വലിയ സൈഡൂടെ ഒരുമിച്ച് വെക്കുമ്പോഴാണ് അതിനൊരു ക്ലോസ്ഡ് ഫിഗർ അല്ലെ, ഒരുമിച്ച് വെക്കുന്ന ഒരു ഫിഗർ ആക്കി എടുക്കാൻ പറ്റുന്നത് അല്ലേ. അല്ലെ, ഈ 4ഉം 5ഉം കണ്ടില്ലേ, അതുപോലെ തന്നെ വെച്ച് നോക്കിയേ. 4ന്റെ ഒരു ലോങ് സൈഡ് അല്ലെ, ചരിഞ്ഞിരിക്കുന്ന ലോങ് സൈഡും 5ന്റെയും ലോങ് സൈഡും. അപ്പോൾ ഏത് സൈഡുകൾ ഒരുമിച്ച് വെച്ചാലാണ്, 4ന്റെയും 5ന്റെയും ഏത് സൈഡുകൾ ഒരുമിച്ച് വെച്ചാലാണ് അതിനൊരു ഫിഗർ ആക്കി എടുക്കാൻ പറ്റുന്നത്? ലോങ് സൈഡ്. അവിടെ എഴുതിക്കേ ലോങ് സൈഡ്. ഇനി 5. Find matching sides among the following pairs of pieces. ഈ പറയുന്ന പീസസിനെ എന്താണ്, അതിന്റെ മാച്ചിങ് സൈഡ്സ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ വെച്ച് നോക്കാനാ പറയുന്നത്. A. പീസ് 1 ആൻഡ് പീസ് 2. പീസ് 1 എടുത്ത് നോക്കുക, പീസ് 2 എടുത്ത് നോക്കുക. ഇതിന്റെ ഏതൊക്കെ വശങ്ങളായിരിക്കും, ഏതൊക്കെ സൈഡ്സ് ആയിരിക്കും ഈക്വൽ? മിസ് പറഞ്ഞു തരാം, എല്ലാവരും ഈ ഡയഗ്രം ലാസ്റ്റ് പേജിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച് നോക്കണം. ഓക്കെ, ഞാൻ പറയാം. ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് പീസ് 2 ആൻഡ് സ്മോളർ സൈഡ് ഓഫ് പീസ് 1. അതായത് ഈ പീസ് 2ന്റെ ലോങ് സൈഡും ഈ പീസ് 1ന്റെ സ്മോൾ സൈഡും വെച്ച് നോക്കുമ്പോഴാണ് അതിന്റെ സൈഡ്സ് ഈക്വൽ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അപ്പൊ പീസ് 1ന്റെയും പീസ് 2ന്റെയും ഏത് സൈഡാണ് ഈക്വൽ? പീസ് 2ന്റെ ലോങ് സൈഡും പീസ് 1ന്റെ സ്മോൾ സൈഡുമാണ് ഈക്വൽ. ഓക്കെ,
ഇനി പീസ് 2 ആൻഡ് പീസ് 4. പീസ് 2ഉം പീസ് 4ഉം എടുത്ത് നോക്കുക. അതിന്റെ ഏതൊക്കെ വശങ്ങളാണ് ഈക്വൽ എന്നറിയാനായിട്ട് എന്ത് ചെയ്യണം? പീസ് 2ഉം പീസ് 4ഉം എടുത്ത് വെച്ച് നോക്കണം അല്ലെ? മിസ് പറഞ്ഞു തരാം. സ്മോളർ സൈഡ് ഓഫ് പീസ് 2 വിത്ത് സ്മോളർ സൈഡ് ഓഫ് പീസ് 4. പീസ് 2ന്റെ സ്മോളർ സൈഡ് ഉണ്ടല്ലോ, ഒരു വലിയ ചരിഞ്ഞ ഒരു സൈഡ് ഉണ്ട്. അതല്ലാതെ രണ്ട് സ്മോളർ സൈഡ് ഉണ്ട് അല്ലെ? ഇതിൽ ഏറ്റവും സ്മോളർ സൈഡ് ഏതാണോ ആ സ്മോളർ സൈഡും ഈ 4ന്റെ സ്മോളർ സൈഡ്, മുകളിലുള്ള 4ന്റെ ചരിഞ്ഞിരിക്കുന്ന പാരലോഗ്രാമിന്റെ മുകളിലത്തെ സൈഡ് തമ്മിൽ വെച്ച് നോക്കിയാൽ എന്താണ്? പീസ് 2ന്റെ സ്മോൾ സൈഡും പീസ് 4ന്റെ സ്മോൾ സൈഡും വെച്ച് നോക്കിയാൽ എന്താണ്? രണ്ട് ഈക്വൽ ആണെന്ന് കിട്ടും. കഴിഞ്ഞോ? ഇല്ല, വേറൊരു പേരോടെ ഉണ്ട്. എന്താണ്? ലോങ് സൈഡ് ഓഫ് പീസ് 2 വിത്ത് ലോങ് സൈഡ് ഓഫ് പീസ് 4. ഞാൻ പറഞ്ഞു പീസ് 2ന്റെ കുഞ്ഞു സൈഡും പീസ് 4ന്റെ കുഞ്ഞു സൈഡും വെച്ച് നോക്കിയാൽ ഈക്വൽ ആണെന്ന് കിട്ടി. അത് ഓക്കെ. ഇനി അത് കൂടാതെ പീസ് 2ന്റെ ലോങ് സൈഡും പീസ് 4ന്റെ ലോങ് സൈഡും വെച്ച് നോക്കിയാലും ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, പീസ് 2ന്റെ ലോങ് സൈഡും പീസ് 4ന്റെ ലോങ് സൈഡും വെച്ച് നോക്കണം. അത് കട്ട് ചെയ്ത് വെച്ച് നോക്കിയാലേ മിസ് ഈ പറയുന്നതെല്ലാം മനസ്സിലാക്കുള്ളൂ. അത് കട്ട് ചെയ്ത് വെച്ച് നോക്കണം. ഓക്കെ, ഇനി സി പീസ് 1 ആൻഡ് പീസ് 5. 1ന്റെയും 5ന്റെയും ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ? പറഞ്ഞുതരാം. ലോങ് സൈഡ് ഓഫ് പീസ് 5 ആൻഡ് വിത്ത് സ്മോൾ സൈഡ് ഓഫ് പീസ് 1. ഈ 5ന്റെ ലോങ് സൈഡും ഈ 1ന്റെ സ്മോൾ സൈഡും വെച്ച് നോക്കിക്കേ, അപ്പൊ അത് ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, പീസ് 2 ആൻഡ് പീസ് 5. ഡി ക്വസ്റ്റ്യൻ പീസ് 2 ആൻഡ് പീസ് 5. ഈ പീസ് 2നെ പീസ് 5നെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ നോക്കാം. ലോങ്ങർ സൈഡ് ഓഫ് പീസ് 2 വിത്ത് ലോങ് സൈഡ് ഓഫ് പീസ് 5. ഓക്കെ, പീസ് 2ന്റെ ലോങ് സൈഡും പീസ് 5ന്റെ ലോങ് സൈഡും വെച്ച് നോക്കിയാൽ ഈക്വൽ ആയിട്ട് കിട്ടും. ആൻഡ് സ്മോളർ സൈഡ് ഓഫ് പീസ് 2 വിത്ത് സ്മോൾ സൈഡ് ഓഫ് പീസ് 5. സ്മോൾ സൈഡ് പീസ് 2ന്റെ സ്മോൾ സൈഡും പീസ് 5ന്റെ സ്മോൾ സൈഡും വെച്ച് നോക്കിയാലും ഈക്വൽ ആയിട്ട് കിട്ടും. കാരണം എന്താ? പീസ് 2ഉം പീസ് 5ഉം ഈക്വൽ സൈസ് അല്ലെ? അപ്പൊ ഈക്വൽ സൈസ് ഒരുമിച്ച് വെച്ചാൽ ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുക. ഇന്ന് മിസ് പഠിപ്പിച്ച എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കണം. പേജ് നമ്പർ 64 ആക്ടിവിറ്റീസ് റെക്ടാങ്കുലർ ഷീറ്റ് പേപ്പറിലും സ്ക്വയർ ഷീറ്റ് പേപ്പറിലും ചെയ്ത് നോക്കണം. ഇനി 5 ആ ടേബിള്, പേജ് നമ്പർ 65 ആ ടേബിള് ഒരു ഡൈ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അതുപോലെ ഒരു ബോക്സ് എടുത്ത് നോക്കുക. അതിന്റെ കോർണേഴ്സ് എണ്ണുക, എഡ്ജസ് എണ്ണുക, എന്നിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി എന്താണ്? ഇനി പേജ് നമ്പർ 66 ആൻഡ് 67 അത് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം. മിസ്സിന്റെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ റിവൈൻഡ് ചെയ്ത് പിന്നെയും വീഡിയോ കേൾക്കാൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ മിസ്സിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. മിസ് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. മിസ് പറഞ്ഞു തന്ന ആൻസേഴ്സ് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ഇട്ട് തരുകയും വേണം കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്ത് മനസ്സിലാക്കും, പഠിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.